ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് വീട്ടിലുണ്ടാക്കിയ ഒരു അൽഫാം മന്തിയുടെ റെസിപ്പി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവോള, ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ബേ ലീഫ്, പച്ചമുളക്, മല്ലിയില, പുതിനയില, ഒരു ചെറുനാരങ്ങയുടെ നീര്, കുറച്ച് വിനാഗിരി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് തൈര്, പിന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിൽ കുറച്ച് വരകളൊക്കെ ഇട്ടിട്ട് ഉപ്പും ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഇതിനെ നമുക്ക് ഒരു 3 മണിക്കൂർ സമയം ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം. തിരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ എയർ ഫ്രയറിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പെറുക്കി നിരത്തി വെച്ച് കൊടുക്കാം. ഒന്നിന് മേളിൽ ഒന്ന് വരാത്ത വിധത്തിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 200 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 15 മിനിറ്റ് സമയത്തേക്ക് വെച്ച് ഒരു സൈഡ് വേവിച്ച ശേഷം തിരിച്ചിട്ടിട്ടും ഇതേപോലെ തന്നെ ഒന്നും കൂടെ ചെയ്യുക. എന്നിട്ട് എടുത്ത് നോക്കുമ്പം ഇതേപോലെ തന്നെ അൽഫാം റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. നേരത്തെ എടുത്ത് മാറ്റിയ ചിക്കൻ്റെ ബാക്കിയുള്ള അരപ്പിലേക്ക് നമുക്ക് റൈസ് വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് ഇത് മാറ്റിവെക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്തിട്ട് ബേ ലീഫ്, ടൊമാറ്റോ, അതിൻ്റെ കളറുള്ള ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കുറച്ച് പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരു പകുതി വേവാകുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്തിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച റൈസും കൂടെ ചേർക്കാം. ഉണക്ക നാരങ്ങയും ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയ ശേഷം മൂടി വെച്ച് തിളയ്ക്കാൻ അനുവദിക്കാം. തിളച്ച ശേഷം തീ ഏറ്റവും താഴ്ത്തി വയ്ക്കാൻ ശ്രദ്ധിക്കുക. തീ തീർത്തും കുറച്ച് ഒരു 8 മിനിറ്റ് കഴിയുന്നതിന് ശേഷം നമുക്കിത് ഇളക്കാം. ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് കഴിക്കാൻ പാകത്തിന് ആയിട്ടുള്ള മന്തി റൈസ് റെഡിയാകും. നേരത്തെ തയ്യാറാക്കിയ അൽഫാമിനോടൊത്ത് ഇത് സെർവ് ചെയ്യാവുന്നതാണ്.